എൻ ശ്രീകുമാർ, നോക്കൂ, ദേവസ്വം രജിസ്റ്റർ പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനായി ഒരു റിട്ടയേർഡ് ജഡ്ജിയെ നിയോഗിക്കുന്നു. അപ്പോൾ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സ്വർണം പോലും മോഷ്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ചെറുതായിപ്പോവും. സ്വർണം കൊള്ളയടിക്കുന്ന ഒരു വിഭാഗം വളരെ സജീവമായി ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയല്ലേ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ശ്രീ ജലീൽ, LDFിൻ്റെ പ്രതിനിധി ജലീൽ പറഞ്ഞത്, അതായത് ദേവസ്വത്തെ കുറ്റപ്പെടുത്തുന്നൊന്നും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ദേവസ്വത്തിന് വീഴ്ച സംഭവിച്ചതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സംവിധാനം പരാജയമായത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ മോഷണവും കൊള്ളയും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഇല്ലേ? നോക്കൂ ശ്രീ നമ്പ്യാർ, ഇന്നിപ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ശബരിമലയിൽ നടക്കുന്ന ഈ ക്രമവിരുദ്ധ കാര്യങ്ങൾ ജനം അറിയുമായിരുന്നില്ല. ഇവിടെ ശബരിമല ഭരിക്കുന്നത് CPM നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ 2019 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലെ ചില കണക്കുകളും അതിനു മുമ്പ് 2006 ശേഷമുള്ള 2009 ശേഷമുള്ള ചില കണക്കുകളുമൊക്കെ പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു വിരമിച്ച ജഡ്ജിയെ ഇന്ന് ഹൈക്കോടതി നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം അവസാനം അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതുവരെ കൃത്യമായിട്ട് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഇത് കാത്തിരിക്കേണ്ട അവസ്ഥ എന്ന് പറയാൻ കാരണം, ഇവിടെ ശ്രീ ജലീൽ അദ്ദേഹം LDFിൻ്റെ പ്രതിനിധിയായതുകൊണ്ട് അദ്ദേഹം LDFിനെ ന്യായീകരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഇത്രയും വലിയ സംഭവങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ആശങ്കകൾ ദൂരീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞുകൂടെ ഇന്നതാണ് കാര്യങ്ങൾ? എന്താണ് അദ്ദേഹം പറയാത്തത്? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട, ശ്രീ നമ്പ്യാർ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഗവൺമെൻറ് ഈ നിയമസഭ കൂടുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ അടിയന്തര പ്രമേയങ്ങൾക്കും ഞങ്ങൾ അവതരണാനുമതി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ അവർ ഒരു പ്രധാന അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തില്ല. അത് ഈ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി 2-3 ആഴ്ച മുമ്പ് നടത്തിയ നിരീക്ഷണമാണ്. ശബരിമലയിലെ സ്വർണത്തിലെ 4 കിലോ കാണാനില്ല എന്നൊരു പരാമർശമുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ UDF അവതരണാനുമതി ചോദിച്ചത്. അതിനനുമതി കൊടുത്തില്ല. അപ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവതരണാനുമതി കൊടുത്തു. എന്താണ് ഇക്കാര്യത്തിൽ അവതരണാനുമതി കൊടുക്കാതിരുന്നത്? കാരണം ഇതിൽ കൃത്യമായിട്ട് കണക്ക് പറയണം. കാരണം ഇത്ര കിലോ സ്വർണം രജിസ്റ്ററുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ കേട്ടത് ഒന്നിനോട് രജിസ്റ്റർ ഇല്ല, കണക്കില്ല. ഒരാൾക്ക് വേണമെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോയിട്ട് കുറേ കാലം കയ്യിൽ വെക്കാം. അതാണ് അവസ്ഥ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് അവസ്ഥ. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ, ഒരുപാട് ഭക്തർ വരുന്ന, ഒരുപാട് വരുമാനമുള്ള, ദേവസ്വം ബോർഡിന് ഒരുപാട് വരുമാനമുള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ക്രമവിരുദ്ധമാണ്. അവിടെ ഒന്നിനും രജിസ്റ്റർ ഇല്ല. പറയുന്നത് കോടതി മാത്രമല്ല, അവിടുത്തെ വിജിലൻസ്, അതായത് ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ്, ആ വിജിലൻസ് അടക്കം പറയുന്നത് ഇതിലൊന്നും രജിസ്റ്റർ കാണുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയെല്ലാം CCTVയിലും വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. CCTV വീഡിയോ അല്ലല്ലോ കാര്യം. ഒരാൾക്ക് ഒരു സാധനം പണിയാൻ കൊടുക്കുമ്പോൾ ഇത്ര കിലോ, അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇത്ര കിലോ എന്തെങ്കിലും രജിസ്റ്റർ വേണ്ട. അതൊന്നും ഇല്ല അവിടെ. ഇന്ന് തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞത് എന്താണ്? ഇതിൽ ഗൂഢാലോചന നടത്തുന്നത്. എന്ത് ഗൂഢാലോചനയാണിത്? ആരാ ഗൂഢാലോചന നടത്തിയത്? അത് പറ. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണോ ഗൂഢാലോചന നടത്തിയത്? ആരാ ഗൂഢാലോചന നടത്തിയത്? അത് പറയുന്നില്ല. ഗൂഢാലോചനയുണ്ട്. എന്ത് ഗൂഢാലോചന? ഒരു ഗൂഢാലോചന പറയുകയാണെങ്കിൽ ഇന്നയാൾ ഗൂഢാലോചന നടത്തിയെന്ന് പറയണം. അത് പറയുന്നില്ല. അപ്പോൾ ഇതിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. സാധാരണ ഇതിൽ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും കൃത്യമായിട്ട് ബുധനാഴ്ചകളിൽ പത്രസമ്മേളനം നടത്തിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ശബരിമലയിലത്തെ ഈ സ്വർണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അവിടുത്തെ ദ്വാരപാലക പ്രതിഷ്ഠ പൊതിഞ്ഞിരുന്ന പാളിയുടെ അടിത്തട്ടിലുള്ള ആ ഒരു ഇതിനെക്കുറിച്ച്, ലോഹത്തെക്കുറിച്ച് ചോദിക്കാൻ മുഖ്യമന്ത്രി നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. മന്ത്രി വാസവൻ എന്തെങ്കിലും പറയുന്ന മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചോദ്യം ചോദിക്കാൻ എന്താ ദേവസ്വം ബോർഡിനെ കുറിച്ച് കോടതി ഇങ്ങനെ പറയാൻ എന്താണ് കാരണം?
2019 ഇത്രയും വർഷത്തെ കണക്കുകൾ എടുക്കണമെന്ന് കോടതി ജഡ്ജിയെ കൊണ്ട് പറയണമെങ്കിൽ കോടതി വെറുതെ പറയില്ലല്ലോ, കോടതിക്ക് അവിടെ സംശയം വന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ശബരിമലയിലെ പോകുന്ന വിശ്വാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി, ശബരിമലയിൽ സുതാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ സുതാര്യമായിട്ടൊരു കാര്യം നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഗൂഢാലോചനയിൽ ഒതുങ്ങുന്നില്ല. കാരണം ഇവർ അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ പൊലിമ കുറയ്ക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ പൊലിമ എങ്ങനെയാണ് ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ കുറയുന്നത്? അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ശബരിമലയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ആ വികസന കാര്യത്തിൽ പെടുന്നതാണ് ഈ സ്വർണ്ണക്കാര്യം. അപ്പോൾ അവരുണ്ടാക്കിയ ഒരു സമിതി, ആ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞില്ലേ, എന്താ പുറത്തു വിടാതിരിക്കുന്നത്? ഇനി അത് മാത്രമല്ല, ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇതിൽ മിണ്ടാതിരിക്കുന്നത്? ശബരിമലയിലെ കണക്കുകൾ കൃത്യമല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ, ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ടൊരു ജഡ്ജിയെ നിയമിക്കുമ്പോൾ ആ ജഡ്ജിയുടെ അന്വേഷണം കഴിയട്ടെ. ഇപ്പം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് കോടതിയിലിരിക്കുന്ന വിഷയമാണെന്നാണ്. കോടതിയിലിരിക്കുന്ന വിഷയമാണെങ്കിൽ ഇവർ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ശബരിമലത്തെ മൊത്തം കാര്യം, ശബരിമലയും ഗുരുവായൂർ ക്ഷേത്രവും ഒക്കെ കോടതിയുടെ നിരീക്ഷണത്തിലാണ്, സംശയം വേണ്ട. അതുകൊണ്ടാണ് കോടതിയിൽ ഇടപെടുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കെ തന്നെ കോടതി അറിയാത്ത ചില ക്രയവിക്രയങ്ങൾ അവിടെ നടന്നു, ചില ഇടപാടുകൾ നടന്നു എന്ന് തോന്നിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ചോദിക്കുന്നത്. ഇവിടെ അരവണ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ഞാൻ പറയുന്നത്, ശബരിമല 10 വർഷമായിട്ട് ഭരിക്കുന്നതാരാ? CPM ആണ്. കാരണം അവിടെ CPI അല്ല, CPM ആണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി, അതുപോലെ കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഇത്രയും ഭരിക്കുന്നത് CPM ആണ്. അപ്പോൾ CPMൻ്റെ നേതാക്കളാണ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ശ്രീ പത്മകുമാർ പറഞ്ഞത് വേറൊരു അഭിപ്രായമാണ്. പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ CPM നേതാവ്. ഇവിടെ ഒരാൾ ഈ സ്വർണ്ണപ്പാളി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരു ചാനലിൽ കേട്ടത് അതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവർ പറയുന്നത് മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞ ഗൂഢാലോചന, പക്ഷേ പത്മകുമാർ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അപ്പോൾ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അവർ കൊടുക്കുന്ന പണം, അവർ കൊടുക്കുന്ന വഴിപാട്, അവർ കൊടുക്കുന്ന സ്വർണം, ഇതെല്ലാം ശബരിമലയിലെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ കൃത്യവിലോപം നടന്നിട്ടുണ്ടോ? ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഉള്ള ഒരു സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേരള സർക്കാരിന് വളരെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംഗമ സ്ഥലമാണ് ശബരിമല. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് കോടതി കൃത്യമായിട്ട് ഇടപെട്ടത്. അപ്പം നമുക്ക് ഒരു കാര്യം വ്യക്തമായി, ഈ നാട്ടിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയണമെങ്കിൽ അത് ഗവൺമെൻറ് പറയില്ല, കോടതി ഇടപെടണം. ഇപ്പോൾ കോടതി ഇടപെട്ടപ്പോഴെന്താണ്, ഇതിൽ ഗൂഢാലോചന കൊണ്ടുവന്നു. പക്ഷേ 30 ദിവസം ശ്രീ നമ്പ്യാർ, ഇന്നിപ്പോൾ 29, ഒരു 30-31 ദിവസം കാത്തിരുന്നാലേ ഈ ജഡ്ജിയുടെ റിപ്പോർട്ട് വരും. ജഡ്ജിയുടെ റിപ്പോർട്ട് വന്നാൽ അറിയാം എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഈ ശബരിമല സംഗമം നടത്തിയിട്ട് ഭക്തർക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമുദായ സംഘടനകൾ അടക്കം ഇവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. അവസാനം NSS പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് സർക്കാർ എത്തിയത് സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് കാര്യങ്ങൾ പറയുമ്പോൾ ശബരിമലയിലെ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ വിശ്വാസികൾ അവിടെ കൊടുത്ത പണം, വിശ്വാസികൾ അവിടെ കൊടുത്ത വഴിപാട് സ്വർണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഉത്തരം ഈ ദേവസ്വം ജഡ്ജി അന്വേഷിക്കുന്ന ഇടയ്ക്ക് തന്നെ മുഖ്യമന്ത്രിക്ക് പറയാൻ വേണമെങ്കിൽ, പക്ഷേ അത് പറയില്ല. കാരണം അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാതിരുന്നത് എന്താണ്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ്, ഇത്ര സ്വർണം ഉണ്ടായിരുന്നു, കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടെന്താണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. മറ്റുള്ള എല്ലാത്തിനും അവതരണാനുമതി കൊടുത്തു. പോലീസ് എന്ത് വേണേ വിളിച്ചു പറയാം, ആരോഗ്യ വകുപ്പ് എന്ത് വേണേ വിളിച്ചു പറയാം, മറ്റെല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാം. പക്ഷെ ശബരിമല കാര്യത്തില് കൃത്യമായ കണക്ക് വെക്കണം. അതെ, ഇവിടെ മതിയായ രേഖകൾ പോലുമില്ല. അതെ, മതിയായ രേഖകളില്ല എന്ന് വിജിലൻസ് ആണ് കോടതി പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോൾ സ്വാഭാവികമായും നിയമസഭയിൽ എന്ത് മറുപടി നൽകും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും?